വാഹനം സൈഡ് നൽകാത്തതിന് മലയാളി കുടുംബത്തിന് നേരെ ആക്രമണം. ബംഗളൂരുവിലെ സർജാപുരയിലാണ് സംഭവം. IT ജീവനക്കാരനായ അഖിൽ സാബുവിന്റെ കുടുംബത്തിന് നേരെയാണ് ആക്രമണം. KB ശ്രീധരൻ വിവരങ്ങളുമായുണ്ട്. ശ്രീധരൻ, ഈ വാഹനം സൈഡ് നൽകാത്തതിനെ ചൊല്ലി ഉണ്ടാകുന്ന തർക്കങ്ങൾ പലയിടത്തും അതിങ്ങനെ ഉണ്ടാകാറുണ്ട് പലപ്പോഴായിട്ട്. ഇത് എന്താണ് ഉണ്ടായത്? ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. സർജാപുര റോഡിൽ വാഹനം ഓടിച്ച് കാർ ഓടിച്ച് കുടുംബത്തോടൊപ്പം ആശുപത്രിയിൽ പോവുകയായിരുന്നു ഇതിന് ആക്രമണത്തിനിരയായിട്ടുള്ള അഖിൽ സാബു എന്നുള്ള മലയാളി. ഏതായാലും ഇതിനെ തുടർന്ന് മറ്റൊരു വാഹനത്തെ ഇയാൾ ഓവർടേക്ക് ചെയ്തു. അതുപോലെ തന്നെ മുൻവശത്ത് കയറിയപ്പോൾ ഈ ഒരു സൈഡ് നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ബൈക്കിലുണ്ടായിരുന്ന ജഗദീഷ് എന്നയാൾ ആക്രമിക്കുന്നത്. ആദ്യം വാഹനം ഓവർടേക്ക് ചെയ്തപ്പോൾ വല്ലാതെ അസഭ്യം പറഞ്ഞു. ഗ്ലാസ് താഴ്ത്തി ഇത് കേട്ടപ്പോൾ ഇയാൾ ഈ അസഭ്യം പറയുന്നത് തുടരുകയും ചെയ്തു. തുടർന്ന് ഇടതുവശത്തേക്ക് മാറി വന്നുകൊണ്ട് ഗ്ലാസിൻ്റെ, അതായത് ഡോറിൻ്റെ ഗ്ലാസ് ഹെൽമെറ്റ് ഉപയോഗിച്ച് തല്ലിപ്പൊളിക്കുകയായിരുന്നു. ഈ സമയം അഖിലിൻ്റെ ഭാര്യയും 3 വയസ്സുള്ള കുഞ്ഞും ആ സൈഡിലിരിക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ ദേഹത്തേക്കാണ് ഈ ഹെൽമെറ്റ് വന്ന് പതിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില്ല് പൊട്ടി വീണ് കുഞ്ഞിന് പരിക്ക് പറ്റുകയും ചെയ്തു. ഏതായാലും ഉടൻ തന്നെ ആശുപത്രിയിലെത്തിക്കുക, അതുപോലെ തന്നെ പോലീസിൽ പരാതിയൊക്കെ നൽകുകയും ചെയ്തു. പക്ഷേ ഈ കന്നഡ വാദം പറഞ്ഞുകൊണ്ട് തന്നെ ഈ മലയാളിയായിട്ടുള്ള അഖിൽ സാബു ആണ് ആദ്യം പ്രശ്നമുണ്ടാക്കിയത് എന്നാണ് ഈ ജഗദീശൻ പോലീസിന് മൊഴി നൽകിയത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. ഈ സർജാപുര റോഡിൽ തന്നെ ഇതിനു മുൻപും മലയാളികൾക്ക് നേരെ ഇങ്ങനെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വാഹനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ KL ബോർഡ് വെച്ച വണ്ടിയാണെങ്കിൽ അതിനെതിരെ ആക്രമണം ഉണ്ടാകുന്നത് പതിവായ ഒരു കാഴ്ചയാണ്. നേരത്തെ ഈ പ്രദേശത്ത് തന്നെ ഈ സർജാപുര റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഇങ്ങനെ മലയാളികൾക്ക് നേരെ ആക്രമണം ഉണ്ടായ സംഭവം അല്ലെങ്കിൽ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ കുടുംബം.